അയ്യപ്പ വിഗ്രഹത്തിന് കൂടുതൽ സംരക്ഷണം കൊടുക്കണം. കാരണം ഇവര് ഭരിക്കുന്ന സമയം വരെ ഇവരതുകൂടി അടിച്ചുകൊണ്ടു. അപ്പൊ 2026 കനത്ത തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള വിഭ്രാന്തിയിലാണ് ഇപ്പൊ. ആ വിഭ്രാന്തിയിലാണ് എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അയ്യപ്പ സംഘം 10ാമത്തെ കൊല്ലമായപ്പോഴാണ് അയ്യപ്പനോട് എന്തൊരു ഭക്തിയാണ് പിണറായി വിജയന്. അവിടെ 2 സ്ത്രീകളെ കയറ്റാൻ വേണ്ടി പെട്ട പാടറിയ പാതിരാത്രിക്ക് തലേ ദിവസം പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുത്ത് അവർക്ക് പോലീസിന്റെ മറവിൽ രാത്രി കൊണ്ടുപോയി പോലീസ് ക്ലബിൽ താമസിപ്പിച്ച് കയറ്റി. ഇവിടെ എന്താണ് നവോത്ഥാന മതില് അല്ലേ, എല്ലാവരും വെല്ലുവിളിച്ച ആളാണ്, പുച്ഛിച്ച ആളാണ്, ശബരിമലയെ കളിയാക്കിയതാണ്, പരിഹസിച്ചാണ്. ഇപ്പതേ 10ാമത്തെ കൊല്ലമായപ്പോ ഭയങ്കര അയ്യപ്പ ഭക്തി ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ്. ഞാൻ തന്നെ കണ്ട് കോടി തയ്ച്ചു പോയി. അയ്യപ്പ ഭക്തിയുണ്ട്. അയ്യപ്പ ഭക്തിയുടെ വേദിയിൽ ഒരു കാര്യം കണ്ട്. ആരാണ്? യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചിരിക്കുക. ബെസ്റ്റാണ്. അവിടെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകളുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നതിന്റെ ഇടയിലാണ് പുള്ളി ഇങ്ങോട്ട് സന്ദേശം അയച്ചത്. അയ്യപ്പന്റെ സന്ദേശം അത് വായിച്ച വാസവൻ മന്ത്രി കോൾമയിൽ കൊണ്ടു. യോഗി ആദിത്യനാഥ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദി. ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ നടത്തിയ പരിപാടിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദി സന്ദേശം കൊടുക്കുക. പിന്നെ എല്ലാവരെയും കണ്ട ചീത്ത വിളിക്കുന്ന ഒരാളെ കാറി കെട്ടിക്കൊണ്ടുപോകും. ഞാൻ ഒന്നും പറയണം, എന്നെ വെല്ലുവിളിച്ചിരിക്കുക. ഞാൻ ഒന്നും പറയുന്നു. അതോടുകൂടി 4500 പേരെ ക്ഷണിച്ചു. വന്നത് 600 ചില്ലാൻ പേരാണ്. അത് സഹകരണ മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ടവരും കോപ്പറേറ്റീവ് ബാങ്കിന്റെ സ്റ്റാഫുമാണ്. ഒരു അയ്യപ്പ ഭക്തനും പോയില്ല. 1 കോടി രൂപയുടെ ഭക്ഷണമാണ് മാലിന്യ പ്ലാന്റിൽ തള്ളിയത്. ഇപ്പതേ അയ്യപ്പ ഭക്തി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് സ്വർണം കാണാനില്ല. കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റി. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി. ദേവസ്വം ബോർഡിന്റെ പിൻബലത്തോടെ സർക്കാരിന്റെ അറിവോടെ ഒരു പോറ്റിയെ ഇടനിലക്കാരനാക്കി അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി. എല്ലാം ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവര് വലിയ ബുദ്ധിയാണ്. ചെമ്പിൽ സ്വർണം പൂശും. ചെമ്പി സ്വർണം പൂശിയ സ്വർണം പിന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അതിന് പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നു. ചെമ്പിൽ സ്വർണം പൂശിയാലും സ്വർണത്തിനെയും ചെമ്പിനെയും വേർതിരിച്ചെടുക്കാം. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർണം പൂശി അത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർണം പ്രത്യേകം മാറ്റി. കൊണ്ടുപോയത് ചെമ്പുവാളി. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 4 കിലോ സ്വർണം കാണാനില്ല. 30 കിലോ സ്വർണമുള്ളത് പകുതിയിലേറെ എവിടെ പോയെന്ന് ആർക്കും ഒരു പിടിയില്ല. ഇത് മാത്രമേ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളൂ. ഞാൻ പക്ഷേ സർക്കാരിനോട് പ്രത്യേകമായ നന്ദി പറയാണ്, ദേവസ്വം ബോർഡിനോട്. അയ്യപ്പൻ അടിച്ചു മാറ്റിയില്ലല്ലോ. അയ്യപ്പ വിഗ്രഹം ഇനിയുള്ള ദിവസം ഞാൻ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അയ്യപ്പ വിഗ്രഹത്തിന് കൂടുതൽ സംരക്ഷണം കൊടുക്കണം. കാരണം ഇവര് ഭരിക്കുന്ന സമയം വരെ ഇവരതുകൂടി അടിച്ചുകൊണ്ടു. അയ്യപ്പന്റെ വിഗ്രഹം പോലും അത്രമാത്രം. എന്നിട്ടിപ്പോ പറയാണ് വഴിഞ്ഞൊഴുകുന്ന അയ്യപ്പ ഭക്തിയാണ്. ആളുകളെ കബളിപ്പിക്കുന്നതിന് കണക്ക് വേണ്ടേ? കപട ഭക്തനായി പിണറായി വിജയൻ വേഷമിട്ടിരിക്കുക. യോഗി ആദിത്യനാഥിനെ പോലെ നല്ല കൂട്ടാണ് കിട്ടിയിരിക്കുന്നു. ഇനി പുള്ളി കാഷായ വേഷം ധരിക്കണത് എന്താന്ന് നോക്കിയാൽ മതി. പിണറായി വിജയൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, യോഗി ആദിത്യനാഥിനെ പോലെ. എന്നിട്ട് ഇനി നമ്മളെടുത്ത് വന്ന് നമ്മളെ പഠിപ്പിക്കാൻ പറ്റുവാണ് ഭക്തി എങ്ങനെയാണ്, എന്താണ് തത്വമസി. ക്ലാസ് എടുക്കാതെ പുള്ളിക്ക് പറഞ്ഞൊക്കെ തെറ്റിപ്പോയി, എഴുതിക്കൊള്ളുന്ന സാധനമൊക്കെ തെറ്റിപ്പോയി. അവിടെ അയ്യപ്പ ഭക്തന്മാര് ശരണം വിളിച്ചുകൊണ്ട് പോകുമ്പോ പറയുന്നത് കല്ലും മുള്ളും കാലുക്കും എത്താന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവര് ഉണ്ടാക്കിയ ശരണം വിളിയാണ്. കല്ലും മുള്ളും അത് കാലിന് മെത്ത പോലെ ആക്കി കൊണ്ടുപോകണം. അയ്യപ്പ ഭക്തി മനസ്സിൽ നിറയുമ്പോ കല്ലും മുള്ളും കാലിന് മെത്ത പോലെ ആയി മാറും. കാലിക്കുത്ത എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലേ, കാലിക്കുത്ത. എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസമാത്രമാണ്? അത് കഴിഞ്ഞപ്പോ മുഴുവൻ കോൺക്ലേവാണ് എല്ലാവർക്കും. തൊലിക്കട്ടി ഭയങ്കര